എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ മെയ് 31 വരെ വിദ്യാർത്ഥികൾക്ക് MG അതായത് mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ +2 ജയിച്ച ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. എന്നാൽ +2 ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റില്ല. +2 സേ പരീക്ഷ എഴുതി ജയിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് MG യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അപേക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണോ, അതായത് നിങ്ങളുടെ നാട്ടിലുള്ള കോളേജുകൾ ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് വരുന്നത്, അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും. അപ്പോൾ നിലവിൽ കേരളത്തിൽ MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ ആണെങ്കിൽ, അതായത് MES, അതുപോലെ മഹാരാജാസ്, ഇതുപോലെ വിവിധ ഓട്ടോണോമസ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു കോളേജുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ അതത് കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഓട്ടോണോമസ് കോളേജുകളിലേക്ക് 100 രൂപയോ 200 രൂപയോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്ന സമയത്ത് നിരവധി കോളേജിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 800 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് CAP എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്കുള്ള റിസർവേഷൻ ബോണസ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, അതുപോലെ നോൺ ക്രിമിലിയർ, അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു നോ മോറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ആ ഒരു UG, PG, B.Ed ഇതുപോലുള്ള കോഴ്സുകളിലേക്കുള്ള ആ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങൾ എത്രാമത്തെ വിസിറ്റർ ആണെന്നുള്ള കൃത്യമായിട്ട് ഈ ഒരു പേജിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണാം UGP ഹോണേഴ്സ് CAP 2025 ഓണേഴ്സ് ബിരുദം ഏകജാലം എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് ഇന്നത്തെ വ്യൂവേഴ്സ് എത്രയാണ്, അതുപോലെ തന്നെ ഈ ഒരു ദിസ് ഇയർ, അതായത് ഈ ഒരു വർഷം എത്ര വ്യൂവേഴ്സ് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ ID, നിങ്ങളുടെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും അപേക്ഷയിൽ തെറ്റിക്കരുത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ അതായത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തത് കാണാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങൾക്ക് കേരളത്തിന് മാത്രമേ അതായത് കേരളത്തിലുള്ളവർക്ക് മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ +2-ൻ്റേത്, അതുപോലെ തന്നെ ആധാർ, നിങ്ങളുടെ +2-ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്സായ വർഷം, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസ്പെക്ടസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പേജിൽ തന്നെ ഇവിടെ 3 ലൈൻസ് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ റിസോഴ്സസിൽ ഈ 2025 ആ ഒരു പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിലവിൽ അതായത് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് റിസോഴ്സസിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് യുവർ പ്രോഗ്രാംസ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ള ലിസ്റ്റ് കാണാൻ പറ്റും. അതിലൊരു പ്ലസ് ഐക്കൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ കോളേജസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ള കോളേജിൻ്റെ പേരിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പ്ലസ്സിൽ
പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, ഗവൺമെൻറ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം സെമസ്റ്ററിന് ഇത്ര ഫീസ് എന്നുള്ള രീതിയിലുണ്ടാവും. അതുപോലെ എയ്ഡഡ് കോളേജായാലും ഗവൺമെൻറ് കോളേജായാലും ഫീസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് കുറവുള്ള കോളേജാണോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോളേജ് സെലക്ട് ചെയ്ത് അത് ഫീസ് സ്ട്രക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എയ്ഡഡ് പ്രോഗ്രാംസ് അൺഎയ്ഡഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കോളേജിലെയും ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് അഡ്മിഷൻ എങ്ങനെ അപേക്ഷിക്കാം, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ മെറിറ്റ് കോട്ട, ഇതുപോലെ എല്ലാവിധ കോട്ടയിലേക്കും എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് പേഴ്സണൽ ഡീറ്റെയിൽസ്, മൂന്നാമത്തേത് ഓപ്ഷൻ സെലക്ഷൻ, നാലാമത്തേത് ഫീ പേയ്മെൻറ്റ്, അഞ്ചാമത്തേത് അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആറാമത്തേത് ഫൈനൽ സബ്മിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 6 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 31-ാം തീയതി വരെയാണ് നിലവിൽ MG യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ തീയതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.